മൂന്നാമത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 26 മുതൽ 29 വരെ നടക്കും. കരയിലും കടലിലുമായി ഒരുപോലെ ആവേശം തീർക്കുന്ന മേളയായിരിക്കും അരങ്ങേറുകയെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സാഹസിക ജലകായിക മത്സരങ്ങളുടെ ലോകത്ത് ബേപ്പൂരിന് ഇടം നേടിക്കൊടുത്ത മേളയാണ് ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. ഈ മാസം 29 വരെ നീളുന്ന മേളയിൽ ജലകായിക ഇനങ്ങളും ഭക്ഷ്യമേളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറും. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിക്കുന്ന വാട്ടർ ഫെസ്റ്റും അനുബന്ധ പരിപാടികളും ബേപ്പൂരിൽ ചാലിയാറിന്റെ തീരത്തും മറീന ബീച്ചിലും ചാലിയം, നല്ലൂർ, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലുമായാണ് നടക്കുന്നത്. ജലമേള നടക്കുന്ന ദിനങ്ങളിൽ പായ്വഞ്ചികളുടെ പടയോട്ടത്തിന് ബേപ്പൂർ സാക്ഷിയാകും. ബേപ്പൂർ പാരിസൺ ഗ്രൗണ്ടിലാണ് ഭക്ഷ്യമേള ഒരുക്കുന്നത്. 5 രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന കൈറ്റ് ഫെസ്റ്റിവൽ ഇത്തവണത്തെ മേളയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. നല്ലൂരിൽ 5 ദിവസം നീളുന്ന ഉത്തരവാദിത്ത ടൂറിസം മേള, ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽസ് ആർട്ട് ഫെസ്റ്റ് ആൻഡ് ഫ്ലീ മാർക്കറ്റ് എന്നിവയും നടക്കും. ലക്ഷക്കണക്കിന് സന്ദർശകരെ സ്വീകരിക്കുന്നതിനായി പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും ഫെസ്റ്റിനായി ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS പറഞ്ഞു. ഈ വർഷം നമുക്ക് സിമിലർ ആൻഡ് ബെറ്റർ ആക്ടിവിറ്റീസ് നമുക്ക് പ്ലാൻ ചെയ്തിരുന്നു. ബെറ്റർ ആക്ടിവിറ്റീസ് എന്താണ്? നമ്മുടെ വാട്ടർ സ്പോർട്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഫോർ ദ പബ്ലിക്, ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ വാട്ടർ സ്പോർട്സ് അത് നമുക്കൊരു പ്രയോറിറ്റി ഏരിയ ആണ്. ഡെമോൺസ്ട്രേഷനും സേഫ്റ്റി എല്ലാം നമുക്ക് നോക്കിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഫൈനൽ ചെയ്തിരുന്നു. സ്പെഷ്യൽ പെർമിഷൻ കിട്ടി. ഒരു സേഫ്റ്റി പോലെ ആ ജങ്കാറിലേക്ക് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി പെർമിഷൻ എടുത്തു. ഫെസ്റ്റിന്റെ ഭാഗമായി 26 രാവിലെ 7 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ബേപ്പൂർ ബീച്ചിലേക്ക് നടക്കുന്ന സൈക്കിൾ റാലിയും ഉണ്ടാകും. ഫെസ്റ്റിനോടനുബന്ധിച്ച് ഡിസംബർ 26 മുതൽ 29 വരെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പൽ പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.